വെൽക്കം ടു ജൂലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൊട്ടറ്റോ ചിപ്സ് ആണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ 4 പൊട്ടറ്റോ പീൽ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കളറൊന്നും പോവാതിരിക്കാനാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഓരോ പൊട്ടറ്റോയും എടുത്ത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. അതിന് ഇതുപോലൊരു സ്ലൈസർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സ്ലൈസർ ഇല്ല, ഇനി നൈഫ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ വളരെ നൈസായി വേണം അരിഞ്ഞെടുക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ സ്ലൈസർ ഉള്ളതുകൊണ്ട് ഞാൻ സ്ലൈസറിൽ കൂടെ ഉരച്ചെടുക്കാം. സ്ലൈസ് ചെയ്തെടുത്ത ഓരോ പൊട്ടറ്റോ പീസസ് എടുത്തിട്ട് നമ്മൾ ഐസ് വാട്ടറിലേക്ക് ഇടണം. ഇതിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് വാട്ടറിൽ ഇടുന്നത്. ഇനി പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് പോവാനായി ഐസ് വാട്ടറിൽ നമുക്ക് അരമണിക്കൂർ ഇട്ട് വെക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂർ നമ്മൾ ഐസ് വാട്ടറിൽ ഇട്ടു. ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും എടുത്ത് ഒരു കിച്ചൺ ടവലിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തിലോ ഇത് നിരത്തി വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം കളയാം. ഇനി ഇതിൻ്റെ മീതെ മറ്റൊരു കോട്ടൺ ക്ലോത്ത് ഇട്ട് നമുക്കിത് ഒന്ന് ഒപ്പിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം പോയി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പൊട്ടറ്റോ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിട്ടാൽ അപ്പം തന്നെ ഇളക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ ഇളക്കാൻ പാടുള്ളൂ. ഞാനിത് നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് ഒരുവിധം ഗോൾഡൻ ബ്രൗണായി വരുന്നുണ്ട്. ഒന്ന് നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് വിതറാം. ഇപ്പം മുളക് പൊടി കൂടെ ഇടാം. മുളക് പൊടി വേണം എന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഞാനിവിടെ ഇപ്പോൾ അല്പം മുളക് പൊടി വിതറുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ പൊട്ടറ്റോ ചിപ്സ് എത്രമാത്രം ക്രിസ്പിയാണെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. കണ്ടോ? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പൊട്ടറ്റോ പീൽ ചെയ്ത് പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത ഉടനെ നമ്മൾ ഐസ് വാട്ടറിലേക്ക് ഇടണം. ഐസ് വാട്ടറിലേക്ക് ഇടുമ്പോഴാണ് ഇത് ഇതുപോലെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, സ്ലൈസ് ചെയ്ത ഉടൻ നമ്മൾ ഐസ് വാട്ടറിലേക്ക് ഇടുക. ഓക്കെ, എൻ്റെ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ജൂലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.